വിവാഹം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഭാര്യയെ പരസ്യമായിട്ട് നന്നായിട്ട് പൊതിരെ തല്ലി. അത് CCTV ക്യാമറയിലൊക്കെ പതിഞ്ഞു. തൃപ്പൂണിത്തറ സ്വദേശിയായ അരുണിന് നല്ല പണിയാണ് കിട്ടിയിട്ടുള്ളത്. വിവാഹം ഉറപ്പിച്ചപ്പോഴേക്കും അവള് പുറത്ത് പോകുന്നതിന് സമ്മതം ചോദിച്ചില്ല, ലേറ്റായിട്ട് വന്നു എന്നൊക്കെയാണ് പരാതികളിൽ പറയുന്നത്. അതിന്റെ പേരിൽ പരസ്യമായിട്ട് ക്രൂരമർദ്ദനം. എൻ്റെ പ്രിയപ്പെട്ട അരുണെ, ഇത് കാലം വേറെയാണ്. മാത്രമല്ല, അവർക്ക് അവരുടേതായ ഫ്രീഡം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നമുക്ക് പറ്റില്ല എങ്കിൽ ആ കാര്യത്തിൽ കൂടുതൽ ഇടപെടാതെ, ലോകത്ത് എത്ര പെണ്ണുങ്ങളുണ്ട് ചുമ്മാ ഇപ്പൊ പോലീസായി, കേസായി, അതുപോലെ തന്നെ TV വന്നു, എന്തെല്ലാമാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിശാലമാണ്. ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഒന്നല്ല ഈ ലോകത്തുള്ളത്. നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ പറ്റില്ല അല്ലെങ്കിൽ മുന്നോട്ട് പോകില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കാന്നല്ലാതെ, എൻ്റെ പൊന്നു ചങ്ങായിമാർ, അതിന്റെ പിന്നാലെ തല്ലുകൂടാൻ നടന്നാലോ ഭരിക്കാൻ നടന്നാലോ വെറുതെ നമ്മൾ നാറാന്നല്ലാതെ ഒരു കാര്യമില്ല. ഇതിപ്പോ കല്യാണം ഉറപ്പിച്ചപ്പോഴേക്കും ഈ രീതിയിലുള്ള ക്രൂരമർദ്ദനങ്ങൾ, വളരെ വൈറലായ വീഡിയോസാണ്, പല ചാനലിലും അതിലൊക്കെ വന്നിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ട് റോട്ടിലിട്ട് പൊതിരെ തല്ലുന്നത്. കാര്യം എന്താണെന്നുള്ളത് ആദ്യം ആൾക്കാർക്ക് മനസ്സിലായില്ല. ഇപ്പോഴാണ് പോലീസും കേസൊക്കെ ആയപ്പോഴാണ് പിടുത്തം കിട്ടിയത്. പ്രതിശ്രുത വധു വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ സമ്മതം ചോദിച്ചില്ല എന്നും നേരം വൈകി വന്നതിന്റെ പേരിലാണ് പ്രശ്നം എന്നൊക്കെയാണ് ഇപ്പോൾ സ്റ്റേഷനിൽ കേസ് പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വയം നാറിയിട്ട് ആളുകൾക്ക് മുന്നിൽ ചുമ്മാ ബോറാകുന്നതിനേക്കാൾ നല്ലത് ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പരസ്പര വിശ്വാസവും അതുപോലെ തന്നെ ഒരു പരസ്പര അംഗീകാരമൊക്കെയാണ്. അതല്ലാതെ കയ്യൂക്കുകൊണ്ട് അതൊക്കെ നിലനിർത്താന്ന് വിചാരിച്ച ഒരിക്കലും മുന്നോട്ട് പോകുന്നില്ല. പിന്നെ എപ്പോഴും ഏത് കാര്യങ്ങളും സംശയത്തിന്റെ കണ്ണിൽ കാണുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹം കഴിക്കാതിരിക്കാൻ നല്ലത്. മറ്റെന്തെങ്കിലും താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പല മേഖലകളുണ്ട്, പല ഈസി ആയിട്ടുള്ള വഴികളൊക്കെ ഉണ്ട്. അതല്ലാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കി വർത്താനം ഉണ്ടാക്കിയിട്ട് എന്തുവാണ് ഇതൊക്കെ? ഇത്രയും ക്രൂരമായിട്ട് വിവാഹം ഉറപ്പിച്ചിട്ടപ്പോഴേക്കും തല്ലും കുത്തൊക്കെ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ഒരു വല്ലാത്ത സംഭവമായിരിക്കും. ഇതിലൊന്നും ഇനിയുള്ള കാലഘട്ടത്തിൽ യാതൊരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളെ ഓൾറെഡി ഇന്ന് എല്ലാം ഓപ്പൺ ആണല്ലോ. ഓപ്പണായിട്ട് ചോദിക്കാം ജോലി. പല ജോലികളും പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. പിന്നെ ചുമ്മാ നമ്മളൊരു കുട്ടിയുടെ പിന്നാലെ പോയിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ നമ്മൾ പറഞ്ഞത് മാത്രം കേൾക്കണം, അല്ലെങ്കിൽ അവർക്കൊരു അവകാശം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊരു സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞാൽ വെറുതെ എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്? നമ്മുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഓക്കെ ആണ് എങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ വിട്ടേക്ക്, വേറെ എത്ര കാര്യങ്ങളുണ്ടായിരിക്കും. പിന്നെ ഒരുപാട് നിബന്ധനകൾ നമ്മൾ മാത്രം, ആണുങ്ങൾ മാത്രം വെച്ചിട്ട് പെണ്ണുങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കണം പറഞ്ഞ അതൊന്നും ഈ കാലഘട്ടങ്ങളിൽ നടക്കൂല. നമ്മൾ അഴിഞ്ഞാടാൻ പ്രോത്സാഹനം കൊടുക്കാന്നല്ല പറയുന്നത്. ദയവ് ചെയ്തിട്ട് ഇന്നത്തെ ജീവിതം അല്ലെങ്കിൽ ഇന്നത്തെ ശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന്റെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ അടിത്തറ കണ്ടിട്ടൊന്നും അല്ല. എല്ലാവരും പറയും കുട്ടികളെ നല്ലത് പഠിപ്പിക്കായിട്ടാണ്, പെൺകുട്ടികളെ ഒതുക്കി നിർത്തണം, അല്ലെങ്കിൽ ആൺകുട്ടികളാകുമ്പോൾ അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്നുള്ളത്. ഒരു മാതാവും പിതാവും ഇന്ന് എത്ര തന്നെ ഉപദേശിച്ചാലും ഏത് രീതിയിൽ എന്ത് തന്നെ പറഞ്ഞാലും ഒരു കാര്യം മനസ്സിലാക്കുക, അപ്പനെക്കാട്ടി ഉമ്മനെക്കാട്ടി അല്ലെങ്കിൽ കുടുംബത്തിനേക്കാൾ കൂടുതൽ അവരുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കയ്യിൽ മൊബൈൽ ഫോണാണുള്ളത്. ഈ മൊബൈൽ ഫോണിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന റീൽസുകൾ, ഷോർട്സുകളൊക്കെ പല രീതിയിൽ പല പാശ്ചാത്യ രാഷ്ട്രങ്ങളിലുള്ളതും അതുപോലെ തന്നെ പല ഫ്രീഡം കൊടുക്കുന്ന ഫാമിലികളിലുള്ളതൊക്കെയാണ്. ഇത് കാണുമ്പോൾ അതിനെ അനുഗമിക്കാൻ വേണ്ടിയിട്ടാണ് മിക്ക കുട്ടികളും ഇന്ന് തയ്യാറെടുക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു നീക്കുപോക്കുകളിൽ ചോദിച്ച് മനസ്സിലാക്കുക. അതിനാണല്ലോ ഈ വിവാഹം കഴിക്കുന്ന ചടങ്ങ് എന്നൊക്കെ പറയുന്നത്, പെണ്ണ് കാണൽ ചടങ്ങ് എന്നൊക്കെ പറയുന്നത്. അവിടെ ചെന്ന് ചോദിച്ചു നോക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ കൗൺസിലിംഗിന് കേസിന് വന്ന ഒരു വിഷയമാണ്, ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് വിടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് വിവാഹത്തിന് മുന്നേ ഓക്കെ എന്താ ചെയ്യാന്ന് പറഞ്ഞു. വിവാഹം കഴിഞ്ഞതിന് ശേഷം നൈറ്റ് ഡ്യൂട്ടിക്ക് വിടാൻ ഈ പയ്യന്റെ അമ്മക്കും താല്പര്യമില്ല, അച്ഛനും താല്പര്യമില്ല, പയ്യനെ തീരും താല്പര്യമില്ല. മോർണിംഗിലായിട്ട് അല്ലെങ്കിൽ പകല് മാത്രമായിട്ട് ഒരു പക്ഷെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊന്നും അങ്ങനെ ജോലി സാധ്യത കിട്ടിക്കൊള്ളുന്നില്ല. നല്ല ഹോസ്പിറ്റലുകളും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ പകലുണ്ടായിരിക്കും, രാത്രി ഉണ്ടായിരിക്കും. ഇത് വിവാഹം കഴിക്കുന്നതിന് മുന്നേ അവരുടെ ജോലി എന്താണ് അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ എന്തെങ്കിലും ചില ആൾക്കാർ പറമ്പ് നോക്കും, സ്വർണം നോക്കും, പെണ്ണിനെ നോക്കും, പെണ്ണിന്റെ മുടി നോക്കും. ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കിട്ടണമെങ്കിലും ഇതൊക്കെ കാര്യമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ചങ്ങായിമാരെ നീക്കുപോക്കൊക്കെ ഒന്ന് നന്നാവണം. അതല്ലാതെ എവിടെയെങ്കിലും ആരെങ്കിലും കാണുമ്പോഴേക്കും അത് തന്നെ മതി, തന്നെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ പോയിട്ട് ഒരു കാര്യമില്ല. സോറി, ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, വളരെ വിശാലമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ടാണ് പറയുന്നത്. ഇന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒതുക്കി നിർത്തലും അടിച്ചൊതുക്കലൊന്നും നടക്കില്ല. ഇന്ന് എല്ലാവർക്കും ഫ്രീഡം ഉണ്ട്, എല്ലാവർക്കും വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. പിന്നെ ഒരാളുടെ അണ്ടറിൽ ഒതുങ്ങി നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമല്ല. അങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്.
അങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് അങ്ങനെ പുറത്തു പോകണമെന്നോ ഒരുപാട് കറങ്ങണമെന്നൊന്നുമില്ല. അവർക്ക് കുടുംബം, ജീവിതം. അപ്പൊ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ അന്വേഷിക്കാം. അതല്ലാതെ ഇങ്ങനെ പാറിപ്പറക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ കൊടുത്തിട്ട് കൂട്ടിൽ അടക്കണം എന്ന് വിചാരിച്ചാല് സോറി, അത് ഒരു അരുണല്ല 1000 അരുണ് വിചാരിച്ചാലും നടക്കില്ല. പിന്നെ നമ്മൾ കൂട്ടിലാവും. നമ്മൾ അവരെ കൂട്ടിലടക്കാനും ഇതുപോലെ തന്നെ നിയമം പഠിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മൾ വെറുതെ അവിടെ കയ്യൂക്ക് കാണിക്കാനും നിന്നിട്ടുണ്ടെങ്കിൽ അവള് പുറത്തുണ്ടായിരിക്കും. നമ്മൾ എന്തുണ്ടായിരിക്കും? കൂട്ടില് നല്ല ഇരുമ്പിന്റെ സ്ട്രോങ് ആയിട്ടുള്ള കൂട്ടില്, മനസ്സിലായില്ലേ? ജയിലില് അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാർ അവിടെ കിടക്കുന്നുണ്ട് ഇങ്ങനത്തെ ഫാമിലി പ്രശ്നത്തിന്റെ ഒക്കെ പേരില്. അപ്പൊ എന്താണെങ്കിലും ഇവിടെ പ്രതിശ്രുത വധു വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ, എവിടെ അവന്റെ വീട്ടിൽ എത്തിയിട്ടില്ല കേട്ടോ, അവളുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവനോട് സമ്മതം ചോദിച്ചില്ല എന്നുള്ളതും ലേറ്റായിട്ട് വന്നു എന്നുള്ളതൊക്കെയാണ് പരാതി. ആ പരാതിക്ക് പൊതിരത്തല്ല് അത് CCTV ക്യാമറയിൽ പിടിച്ചു. ഇപ്പോ നമ്മുടെ പുയ്യാപ്ലച്ചക്ക് മുങ്ങിയിരിക്കുകയാണ്. ഇനി മുങ്ങിയാൻ എപ്പോ പൊന്തെന്ന് പറയാൻ പറ്റൂല. പൊന്തിയ തന്നെ പോലീസുകാർ കൊണ്ടുപോയിട്ട് അവനക്ക് നല്ല സ്വീകരണം കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ആ രീതിയിലുള്ള പെടപെടക്കുന്നതായിട്ടാണ് ഈ നമ്മുടെ ക്യാമറകളിലൊക്കെ പിടിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും എൻ്റെ പൊന്നാര മക്കളെ, ആശിച്ച് മോഹിച്ച് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാരി പോയത്തിലൊന്നും ചെയ്തു വെക്കരുത്. കല്യാണമൊക്കെ നല്ലതാ, പക്ഷെ അതെന്താവരുത്, അതൊരു ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലേക്കൊന്നും പോവരുത്. ഒക്കെ പണ്ടൊരാള് പറഞ്ഞതുപോലെ അവനവനക്ക് കിട്ടിയത് അവനവൻ വരവെക്കുക എന്ന് പറഞ്ഞതുപോലെ ഇഞ്ഞക്കുള്ള കാലം അത്രേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ വെറുതെ അതിന്റെ മേല് തല്ലുകൂടാൻ നിന്നിട്ടും വാശി കൂടാൻ നിന്നിട്ടും, അതല്ലെങ്കിൽ മുഖം കറുപ്പിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ ഗുസ്തിക്ക് പോയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ റോട്ടിലിട്ടോ പരസ്യമായി തച്ചതിന്റെ പേരിലൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. ഒന്ന് നിയമം അങ്ങനെ, മറ്റൊന്ന് സാഹചര്യം അങ്ങനെ, മറ്റൊന്ന് നമ്മളൊക്കെ അങ്ങനെ. അത്രേ ഉള്ളൂ. അപ്പൊ ഉള്ളത് സമാധാനത്തോടു കൂടി മുന്നോട്ട് പോവുക. തൽക്കാലം കണ്ണ് കാണാൻ മാത്രമേ ഉള്ളതല്ല, പലതും കാണാതിരിക്കാനുള്ളതാ. ചെവി കേൾക്കാൻ മാത്രമുള്ളതല്ല, പലതും കേൾക്കാതിരിക്കാനുള്ളതാ. വായ എപ്പോഴും സംസാരിച്ചോളന്നില്ലതാ, പലതും മിണ്ടാതിരിക്കാനുള്ളതാ. അതായത് ശാന്തിയും സമാധാനമുള്ള ഒരു ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ പലതും കണ്ടില്ല എന്ന് വെക്കണം, കേട്ടില്ല എന്ന് വെക്കണം, അതല്ലെങ്കിൽ പറഞ്ഞില്ല എന്ന് വെക്കണം. അതല്ലാതെ നമ്മൾ വരച്ച വരയെ കൂടെ തന്നെ പോകണമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ തല്ലും വർത്താനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടോ എത്ര ആളുകൾ അറിഞ്ഞു. ഇനിയിപ്പോ ഈ അരുണിനെ സംബന്ധിച്ചിടത്തോളം ഈ കല്യാണം എന്തായാലും നടക്കൂല. ഇനി മറ്റൊരു കല്യാണം നടക്കുമ്പോൾ ആ നാട്ടിലും വീട്ടിലൊക്കെ അത് പരസ്യമായിട്ടുണ്ടായിരിക്കും. അവസാനം ഒതുങ്ങിയിരിക്കണ കുട്ടി എന്നല്ല, പുറത്തു കൂടെ പാല് നടക്കണ കുട്ടികൾ പോലും കല്യാണത്തിന് സമ്മതിക്കുന്നു തോന്നില്ല ഉമ്മാരിയൊക്കെ അടിയടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് അരുണാവാതിരിക്കുക, അതാണ് നല്ലത്. സമൂഹത്തിന്റെ ഈ എന്താ പറയാ മിടിപ്പൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, ബൈ.